സോ നമ്മളിന്ന് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഡേറ്റ സ്ട്രക്ചേഴ്സ് കമ്പ്യൂട്ടർ സയൻസിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് യു ഷുഡ് നോ വാട്ട് ഇസ് ഡേറ്റ. സോ ഡേറ്റ എന്താണെന്ന് ചോദിച്ചാൽ ഡേറ്റ എന്ന് പറയുന്നത് ഒരു വാല്യൂവിനെയാണ്, അല്ലെങ്കിൽ ഒരു ഫാക്റ്റ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ട്രിങ് ഒരു ഡേറ്റയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മാർക്ക്, ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് ഒരു ഡേറ്റയാണ്, ഒരു റോൾ നമ്പർ ഒരു ഡേറ്റയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും, ഇത് തന്നെയല്ലേ ഇൻഫർമേഷൻ എന്ന്. അല്ല, ഇൻഫർമേഷനും ഡേറ്റയും രണ്ടാണ്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഡേറ്റയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പ്രോസസ്ഡ് ഡേറ്റയാണ് ഇൻഫർമേഷൻ ആവുന്നത്. അതേസമയം ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ഫാക്ട്സ് ആയിരിക്കും. അതൊരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി ആയിരിക്കും. അതിന് പ്രത്യേകിച്ച് അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അതേസമയം ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ പറഞ്ഞു ഡേറ്റ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിലെ മാർക്ക്, ഇപ്പോൾ ഒരു 35 എന്ന് പറയുന്ന മാർക്ക്, ഈ 35 ഒരു ഡേറ്റയാണ്. അതേസമയം ഈ ഡേറ്റ വെച്ചിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം മൾട്ടിപ്പിൾ സബ്ജക്ട്സിൻ്റെ മാർക്ക് നമുക്കൊരു ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാം. അതല്ലെങ്കിൽ ഒരു എൻറ്റയർ ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ മാർക്കിനെ നമുക്കൊരു ഇൻഫർമേഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, രണ്ടും മാറിപ്പോകരുത്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്താണെന്ന് നോക്കാം. ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ്. നമ്മൾ പറഞ്ഞു ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റോ ഫാക്റ്റാണ്, അൺഓർഗനൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അതൊരു സ്റ്റാൻഡ് അലോൺ എൻറ്റിറ്റി ആയിരിക്കും. അതേസമയം ഇൻഫർമേഷൻ ആണെങ്കിൽ പ്രോസസ്ഡ് ഫാക്റ്റ് ആയിരിക്കും. ഓക്കെ, അതിനൊരു സ്ട്രക്ചേർഡ് ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കും, അതിന് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതൊരു യൂസ്ഫുൾ എൻറ്റിറ്റി ആയിരിക്കും. അത് നമ്മളൊരു അതായത് ഇൻഫർമേഷനെ നമുക്ക് ഒരു മീനിങ് ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതേസമയം അടുത്ത ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡേറ്റ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അതേസമയം ഇൻഫർമേഷൻ എപ്പോഴും ഡേറ്റയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഡേറ്റ ഇല്ലാതെ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇനി ഡേറ്റ സ്ട്രക്ചർ, ഡേറ്റയും ഇൻഫർമേഷനും മനസ്സിലായി. ഇനി ഡേറ്റ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റയെ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിൽ നമുക്ക് എന്തൊക്കെയാണോ ഓപ്പറേഷൻസ് ചെയ്യാനുള്ളത്, ഈ ഓപ്പറേഷൻസ് എല്ലാം ഒരു എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനറിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പെർമിറ്റ് ചെയ്യണ അതാണ് ഡേറ്റ സ്ട്രക്ചർ. ഓക്കെ, ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് കുറേ ഡേറ്റാസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അപ്പം ഡേറ്റ സ്ട്രക്ചർ ഈസ് എ വേ ഫോർ സ്റ്റോറിങ് ആൻഡ് കളക്ടിങ്, ഓർഗനൈസിങ് ഡേറ്റ ഇൻ സച്ച് എ വേ ദാറ്റ് we can perform operations on these data in an effective way. ഓക്കെ, അപ്പം ഡേറ്റ സ്ട്രക്ചറിന് ഇപ്പം നമ്മുടെയൊക്കെ മൊബൈൽ ഫോൺസിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിൽ എല്ലാവർക്കും കാണും, മൊബൈൽ ഫോണെങ്കിലും എല്ലാവർക്കും ഉണ്ട്. അപ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഒത്തിരി ഡേറ്റാസ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഓഫ് ഡേറ്റാസ് ഉണ്ട്, ഒരുപാട് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇൻ്റർനെറ്റിലുള്ള എന്തേലും ഡേറ്റ ഉണ്ടായിരിക്കും എന്നൊന്ന് അസ്യൂം ചെയ്ത് നോക്കും. ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഇപ്പം നമുക്ക് ഇമേജ് ഫയലുണ്ട്, ടെക്സ്റ്റ് ഫയലുണ്ട്, അതുപോലെ തന്നെ മീഡിയ ഫയൽ, ഓഡിയോ വീഡിയോ ഫയൽസ് ഉണ്ട്. അങ്ങനത്തെ ഒത്തിരി ടൈപ്സ് ഓഫ് ഡേറ്റ ഉണ്ട്. ഇതെല്ലാം കൂടി എവിടെയെങ്കിലുമൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ഇത് ആക്സസ് ചെയ്ത് കിടക്കുന്നത്, റിട്രീവ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ.
അപ്പം ഇതിന് ഇപ്പം നമ്മുടെ ബാക്ക് പാക്ക് തന്നെ എടുക്കാം. നമ്മുടെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ നമ്മൾ കൊണ്ടുവരുന്ന നമ്മുടെ ബാഗിനകത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾ വയ്ക്കുന്നത് എങ്ങനെ, എല്ലാം കൂടെ എവിടെയെങ്കിലും ഒറ്റ കമ്പാർട്ട്മെൻറ്റിൽ എല്ലാം കൂടെ വാരി വലിച്ചിടുകയല്ലല്ലോ നമ്മൾ ചെയ്യുക. എല്ലാത്തിനും ഓരോരോ സ്ഥലമുണ്ട്, അതിനകത്ത് ഇടും. ഇപ്പോൾ ബുക്സ് ഒരു കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കും, നമ്മുടെ ടിഫിൻ ബോക്സും ബാക്കി കാര്യങ്ങളും വേറെ ഒരെണ്ണത്തിൽ വയ്ക്കും, ഇപ്പോൾ പെൻസിൽ അങ്ങനത്തെ സാധനങ്ങൾ വേറൊരു കമ്പാർട്ട്മെൻറ്റിൽ വയ്ക്കും. ഇനി ഓരോരോന്നും ഓരോരോ സ്ഥലത്ത് അങ്ങനെ വയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ എവിടെയാണെന്ന് നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് നമുക്കതിനെ എടുക്കാൻ പറ്റും. അപ്പം ഇത് തന്നെയാണ് ഡിജിറ്റൽ ഡേറ്റയുടെ കാര്യത്തിലും നടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മൊബൈൽ ഫോണിൻ്റെ കേസാണെങ്കിലും ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മളിതിനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നല്ലതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ എളുപ്പത്തിൽ റിട്രീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ പഠിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഇപ്പം ഡേറ്റയുടെ എമൗണ്ട് ഓരോ സെക്കൻഡ് വെച്ചിട്ടും അത് ഡബിളോ ട്രിപ്പിളോ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം ട്രില്യൻസ് ഓഫ് ഡേറ്റ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓൾ അറൗണ്ട് ദ വേൾഡ് എത്രത്തോളം ഡിജിറ്റൽ ഡേറ്റ ഉണ്ടായിരിക്കും. അപ്പം ഇത്രയും ഡേറ്റയിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള ഒരു ഡേറ്റയിനെ റിട്രീവ് ചെയ്തെടുക്കാൻ അത് പ്രോപ്പർലി ഓർഗനൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതെവിടെ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കേസ് എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൻ്റെ കേസ് എടുക്കുകയാണ്. ഇപ്പോൾ ഒരു കോളേജിലെ കേസാണ് എടുക്കുന്നതെങ്കിൽ ഒരു കോളേജിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഇങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം മുന്നേ പഠിച്ചു പോയവരുടെ ഡീറ്റെയിൽസും കോളേജിലുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വലിച്ചു വാരി ഇടുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എടുക്കണമെന്നാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് അവരുടെ അഡ്മിഷൻ ഇയർ വൈസ് അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ക്ലാസ് വൈസ് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുക. അതാകുമ്പം ഇന്ന ക്ലാസ്സിൽ ഇന്ന ബാച്ചിലെ കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻസ് കോംപ്ലക്സ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൻ്റെ എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാം. അതിനകത്തൊന്നാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഡേറ്റ സെർച്ച്. അതായത് ബൾക്ക് എമൗണ്ട് ഓഫ് ഡേറ്റയിനകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ ഡേറ്റ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. രണ്ടാമത്തേത് പ്രോസസ്സർ സ്പീഡാണ്. ഇപ്പോൾ പ്രോസസ്സറിൻ്റെ സ്പീഡ് എത്ര തന്നെ കൂടിയാലും ഡേറ്റയുടെ എമൗണ്ട് അതിനേക്കാട്ടിലും കൂടുന്നുണ്ട് അല്ലേ? അപ്പം പ്രോസസ്സർ സ്പീഡിന് ഈ പ്രോസസ്സറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല ഈ ഡേറ്റയുടെ എമൗണ്ട്. ഓക്കെ, ദെൻ അടുത്തൊരു ഇഷ്യൂ വരാവുന്നത് മൾട്ടിപ്പിൾ റിക്വസ്റ്റ് വരുമ്പോഴാണ്. അതായത് ഇപ്പം ഒരു വെബ് സെർവറിന് മൾട്ടിപ്പിൾ റിക്വസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിഫിക്കൽട്ടിയാണ് പറയുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ടിക്കറ്റ് റിസർവേഷൻ, റെയിൽവേ ടിക്കറ്റ് റിസർവേഷനകത്ത് അറ്റ് എ ടൈം നമ്മൾ ഒരാൾ മാത്രമായിരിക്കില്ല ടിക്കറ്റ് റിസർവ് ചെയ്യുന്നുണ്ടാവുന്നത്. ഒരുപാട് ആൾക്കാർ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡിൽ നിന്ന് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പം ഇങ്ങനെ ഒരു കേസിൽ ഈ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ആക്സസ് ചെയ്യുന്നത് ഒരേ സെർവറിനെ തന്നെയാണ്. ഇപ്പം ഇന്ത്യൻ റെയിൽവേയുടെ ആണെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ സൈറ്റിനെ അറ്റ് എ ടൈം ആക്സസ് ചെയ്യുന്നത് ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ ഈ എല്ലാവരുടെയും കൂടെ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെബ് സെർവറിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പം ഇങ്ങനത്തെയൊക്കെ കേസുകളിലാണ് നമുക്ക് ഡേറ്റ സ്ട്രക്ചേഴ്സിൻ്റെ ആവശ്യം വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഡേറ്റാസ് സ്കാറ്റർ ചെയ്തിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിനകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ ഡേറ്റേനെ പോയിൻ്റ് ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം
ഡേറ്റ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ഡേറ്റയെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും ഓപ്പറേഷൻസ് നടത്താനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ ഡേറ്റയെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, ഡേറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഡേറ്റയെ കണ്ടുപിടിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. നമ്മൾ ഡേറ്റ എന്താണെങ്കിലും ഒരു വെൽ ഓർഗനൈസ്ഡ് ഫോർമാറ്റിലായിരിക്കും എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടാകുന്നത്. ഇനി പ്രോസസ്സറിൻ്റെ സ്പീഡ്. ഇപ്പം ഓർഗനൈസ് ചെയ്ത ഡേറ്റയെ അത്യാവശ്യം സ്പീഡിലൊരു പ്രോസസ്സർ, ഇനി അല്ലെങ്കിൽ പോലും ഡേറ്റ ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ പിന്നെ പ്രോസസ്സറിന് കാര്യങ്ങൾ എളുപ്പമായി. ദെൻ മൾട്ടിപ്പിൾ റിക്വസ്റ്റുകളും ഓരോന്നിനെയും ഇൻഡിവിജ്വലായിട്ട് ഡേറ്റ സ്ട്രക്ചർ ഓരോ റിക്വസ്റ്റിനെയും ഇൻഡിവിജ്വലായിട്ട് തന്നെ കൺസിഡർ ചെയ്തോളും. ഓക്കെ, സോ ഇതാണ് ഡേറ്റ സ്ട്രക്ചറിനെ കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, അതായത് ഡേറ്റ സെർച്ച് മാത്രമല്ല, അതുപോലെയുള്ള എല്ലാ ഓപ്പറേഷൻസും ഈസിയാക്കും. പ്രോസസ്സറിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഡേറ്റയെ അറേഞ്ച് ചെയ്യും. മൾട്ടിപ്പിൾ റിക്വസ്റ്റുകളെ ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളൊക്കെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പഠിച്ചതാണ്. ഡേറ്റ ടൈപ്പ് ആണോ ഡേറ്റ സ്ട്രക്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഡേറ്റ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ഡേറ്റയും ഏത് ഫോർമാറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നമ്മൾ ന്യൂമറിക് ഡേറ്റ കേട്ടിട്ടുണ്ട്, സ്ട്രിംഗ് ഡേറ്റ ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റാസ് ഉണ്ട്. ഇങ്ങനെ ഡേറ്റാസ് ഡിഫറെൻറ്റ് ടൈപ്സിലുണ്ട് അല്ലേ. ഇപ്പം റോൾ നമ്പർ ആണെങ്കിൽ റോൾ നമ്പർ ഒരു ന്യൂമറിക് ഡേറ്റയാണ്. നിങ്ങളുടെ നെയിം ആണെങ്കിൽ അത് സ്ട്രിംഗ് ഡേറ്റ അല്ല, ഒരു ക്യാരക്ടർ ടൈപ്പ് ഡേറ്റയാണ്. അതേസമയം ഡേറ്റ സ്ട്രക്ചർ എന്താണ്? ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻറ്റയർ ഡേറ്റയുടെ ഒരു കളക്ഷൻ ആണ്. അതിനെ നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റയെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി കാറ്റഗറീസ് ആണ്. ഡേറ്റ സ്ട്രക്ചറിന് ഒരുപാട് കാറ്റഗറീസ്, അതായത് ഡേറ്റ സ്ട്രക്ചറിനെ നമ്മൾ ബ്രോഡായിട്ട് 2 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്, നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സും ഉണ്ട്. ഓക്കെ, പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ദെൻ നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പം ഈ ബേസിക് ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഡേറ്റ സ്ട്രക്ചേഴ്സിനകത്തുനിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണെന്ന് പറഞ്ഞു. ഇത് ഡേറ്റ ടൈപ്സ് ആണ് അല്ലേ, നമ്മൾ കണ്ടു കാണും. ഇൻഡിജർ, ക്യാരക്ടർ, ബൂലിയൻ, ഫ്ലോട്ട്, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് യൂസ് ചെയ്യുന്നത് ന്യൂമറിക് ഡേറ്റയെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രിംഗ് ഡേറ്റ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബൂലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ഓർ ഫോൾസ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യും. ഫ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെസിമൽ വാല്യൂസിനെ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോട്ട് എന്ന് പറയുന്ന പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കുമെന്ന് കരുതുന്നു, ബിക്കോസ് നിങ്ങൾ സി പഠിച്ചവരാണ്. ഇനി നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ 2 കാറ്റഗറീസ് ഉണ്ട്, ലീനിയർ ഡേറ്റ സ്ട്രക്ചറും നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചറും. ലീനിയർ ഡേറ്റ സ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത് ഡേറ്റയെ സീക്വൻഷ്യൽ ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അതായത് ഒരു ഡേറ്റ ആഫ്റ്റർ അനദർ ഡേറ്റ, ഒരു ഡേറ്റ കംസ് ആഫ്റ്റർ അനദർ ഡേറ്റ, ആഫ്റ്റർ ദാറ്റ് അനദർ ഡേറ്റ, അങ്ങനെ പോകുന്നു. ലൈക്ക് ദാറ്റ് ഗോസ് ഓൺ. അതായത് ഇപ്പം നമ്മൾ ക്യൂ നിൽക്കുന്നത്, ഒരാൾ, അതിന് മുമ്പിൽ വേറൊരാൾ, അതിന് മുന്നിൽ വേറൊരാൾ, ഇങ്ങനെയാണ് ക്യൂവിലുണ്ടാകുന്നത്. ഇനി നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഡേറ്റയെ ഇങ്ങനെ ഒരു സീക്വൻഷ്യൽ ഫോമിലൊന്നും ആയിരിക്കില്ല, എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും. അതിന് ഒന്ന് കഴിഞ്ഞേ അടുത്തത് വരാവൂ എന്ന് നിർബന്ധമില്ല, അതിനൊരു പെർട്ടിക്കുലർ ഫോമാറ്റും ഉണ്ടായിരിക്കില്ല.
ഓക്കെ, അതായിരിക്കും നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലീനിയർ ഡേറ്റ സ്ട്രക്ചറിൽ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അറേസ്, സ്റ്റാക്സ്, ക്യൂസ് ആൻഡ് ലിങ്ക് ലിസ്റ്റ്. ഇത് കോമൺ ആയിട്ടുള്ള ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സിന് എക്സാമ്പിളാണ്. അറേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു അറേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നെയിംഡ് കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ഡേറ്റ എലമെൻറ്റ്സ് ആണ്. അതായത് ഒരേപോലെയുള്ള ഡേറ്റാസിൻ്റെ അല്ലെങ്കിൽ ഒരേ ടൈപ്പിലുള്ള ഡേറ്റാസിൻ്റെ കളക്ഷനാണ് അറേസ് അല്ലേ. ഇപ്പോൾ ഒരു ഇൻറ്റിജർ അറേ ആണെങ്കിൽ ആ ഇൻറ്റിജർ അറേയിൽ ഇൻറ്റിജർ എലമെൻറ്റ്സ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത് അല്ലേ. ഇനി ഒരു സ്ട്രിങ് അറേ ആണെങ്കിൽ സ്ട്രിങ് അറേനകത്ത് സ്ട്രിങ് ടൈപ്പ് വാല്യൂസ് ആയിരിക്കും. അതായത് ഇതിനെല്ലാത്തിനും ഒരു കോമൺ നെയിമിലായിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടാകുന്നത്. ഒരു ഇൻറ്റിജർ അറേ ആണെങ്കിൽ ഈ ഇൻറ്റിജർ അറേക്ക് നമ്മളൊരു നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു നമ്മൾ പേര് കൊടുക്കുകയാണ്. നമ്പർ എന്ന് പറഞ്ഞിട്ടൊരു അറേ ഉണ്ടെങ്കിൽ ഈ അറേനകത്തുള്ള ഓരോ എലമെൻറ്റിൻ്റെയും പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്പർ ആയിരിക്കും അല്ലേ. ഇനി സ്റ്റാക്ക് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ലീനിയർ ഡേറ്റ സ്ട്രക്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇവിടെ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യുന്നത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അങ്ങനെയായിരിക്കും. ഇപ്പം നമ്മൾ ഷെൽഫിൽ ബുക്സ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, ഒരു ബുക്ക്, അതിൻ്റെ മുകളിൽ വേറൊരു ബുക്ക്, അതിൻ്റെ മുകളിൽ വേറൊരു ബുക്ക്, ഇങ്ങനെയായിരിക്കും നമ്മൾ വെക്കുന്നുണ്ടാകുന്നത്. അതായത് നമ്മളിപ്പം ആദ്യത്തെ ഏറ്റവും അവസാനം വെച്ച ബുക്കായിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം എടുക്കുന്നുണ്ടാകുന്നത് സ്റ്റാക്കിനകത്ത് അല്ലേ. ഏറ്റവും ടോപ്പിലുണ്ടാവുന്നത് ഏറ്റവും അവസാനം വെച്ച ബുക്കായിരിക്കും അല്ലേ. അപ്പം ഈ ആദ്യത്തെ ബുക്കിനെ എടുക്കാൻ ലാസ്റ്റ് വെച്ച ബുക്കിനെയാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പം ഇതുകൊണ്ട് തന്നെ സ്റ്റാക്കിനെ നമ്മൾ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലമെൻ്റ് ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നുണ്ടാവുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാക്ക് പോലെ തന്നെ ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നതായിരിക്കില്ല, ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന എലമെൻ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നോർമൽ ക്യൂ, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ഒരു ക്യൂ, ഒരു ടിക്കറ്റ് കൗണ്ടറിലുള്ള ക്യൂ അല്ലെങ്കിൽ ഒരു റിസർവേഷൻ കൗണ്ടറിലുള്ള ക്യൂ, ഇതൊക്കെ ക്യൂസിന് എക്സാമ്പിളാണ്. നമ്മൾ മൂവി ടിക്കറ്റിന് ബുക്ക് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ക്യൂ, ഇതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ക്യൂസാണ്. ഇങ്ങനെ പല സ്ഥലത്തും നമ്മൾ ക്യൂസ് കാണാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ക്യൂവിൽ ആദ്യം കയറുന്ന ആളാണ് ആദ്യം പുറത്തിറങ്ങും. അതേപോലെ തന്നെയാണ് നമ്മുടെ ഡേറ്റ സ്ട്രക്ചറിനകത്തും ആദ്യം നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന എലമെൻ്റാണ് ആദ്യം നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂവിനെ ഫിഫോ ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയും. അതേപോലെ സ്റ്റാക്കിന് ലിഫോ ഡേറ്റ സ്ട്രക്ചർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്ത ലീനിയർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ലിങ്ക് ലിസ്റ്റ് ആണ്. ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് ഡേറ്റാസിനെ കണക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് പോലെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയുമാണ് ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സിനകത്ത് വരുന്നത്. ഇനി നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് ട്രീസ്, ഗ്രാഫ്സ് ആൻഡ് സെറ്റ്സ് ആണ്. ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൽ ഡേറ്റയെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ട്രീസ് ചെയ്യുക. ഗ്രാഫ് ആകുമ്പം അങ്ങനെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറൊന്നും ഉണ്ടാവില്ല, ഡേറ്റാസ് ഡിഫറെൻറ്റ് സ്ഥലത്ത് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇത് കണക്റ്റഡ് ആയിരിക്കാം, അല്ലാതെയും ആവാം. ഓക്കെ, ഇനി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഡേറ്റാസിനെ സെറ്റുകളായിട്ട് മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ കണ്ടു കാണും സെറ്റ്. ഈ സെറ്റായിട്ട് ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഈ ഡേറ്റ സ്ട്രക്ചർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഡേറ്റ സ്ട്രക്ചറിൻ്റെ കാറ്റഗറീസ് വരുന്നത്. പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്, നോൺ പ്രിമിറ്റീവ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്,
പ്രിമിറ്റീവിനകത്ത് നമുക്ക് ഇൻഡിജർ, ക്യാരക്ടർ, ബൂളിയൻ ഇങ്ങനത്തെ ഡേറ്റാസാണ് വരുന്നത്. നോൺ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രിമിറ്റീവിനകത്തുനിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ആയിരിക്കും ലീനിയർ ആൻഡ് നോൺ ലീനിയർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഡേറ്റ സ്ട്രക്ചറിനകത്ത് കുറേ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനുണ്ടാവും. അതായത് നമ്മൾ പറഞ്ഞു കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഡേറ്റ സ്ട്രക്ചറിന്. അപ്പം എന്തൊക്കെയാണ് ഈ ഓപ്പറേഷൻസ് എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഓപ്പറേഷൻ ട്രാവേഴ്സലാണ്. ട്രാവേഴ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓരോ എലമെൻറ്റിനെയും വിസിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ ഒരു അറേ എടുക്കാം. അറേയാണെങ്കിൽ അറേയിൽ ഒരു 10 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ എലമെൻറ്റിനെയും വിസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ, ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാവേഴ്സിങ് എന്ന് പറയുന്നത്. ഇതുപോലെ ഏതൊരു ഡേറ്റ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിലും ആ ഡേറ്റ സ്ട്രക്ചറിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും ആക്സസ് ചെയ്യാണ് ട്രാവേഴ്സൽ ചെയ്യുന്നത്. ഇനി സെർച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റ സ്ട്രക്ചറിനകത്ത് ഒരു പെർട്ടിക്കുലർ എലിമെൻറ്റ് പ്രസൻ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് സെർച്ച് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഇൻസേർഷൻ പുതിയൊരു ഡേറ്റയെ ആഡ് ചെയ്യും. ഡിലീഷൻ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡേറ്റയെ റിമൂവ് ചെയ്യും. ദെൻ സോർട്ട് ചെയ്യുന്നത് ഡേറ്റ സ്ട്രക്ചറിനകത്തുള്ള എലിമെൻസിനെ ഏതെങ്കിലും ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കുറേ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ നമ്പേഴ്സിനെ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതൊരു സോർട്ടിങ്ങിന് എക്സാമ്പിളാണ്. ഓക്കെ, ദെൻ അതല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ക്ലാസ്സിൽ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കുണ്ട്. ഈ സ്റ്റുഡൻസിൻ്റെ നെയിം ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യണം. ഇതും സോർട്ടിംഗ് ആണ്. ദെൻ മേർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെയുള്ള 2 ഡേറ്റ സ്ട്രക്ചേഴ്സിനെ കമ്പൈൻ ചെയ്യാം. ഇപ്പം അറേസ് എടുക്കുകയാണെങ്കിൽ 2 അറേസിനെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ അറേ ആക്കാം. ഓക്കെ, ഇതാണ് മേർജിങ്. ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് മേർജിങ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസാണ് ഡേറ്റ സ്ട്രക്ചേഴ്സിലുള്ളത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.